ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ വൃശ്ചിക മാസം ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭോഗ താൽപ്പര്യങ്ങളെ സാമാന്യം നിയന്ത്രിക്കാനും യോഗചിന്തയെ ഉള്ളിൽ ഉണർത്തിയെടുക്കാനും സാധിക്കട്ടെ. കാരണം മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത് ഭോഗത്തിന് വേണ്ടിയുള്ളതല്ല. മറ്റ് യോനികൾ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളുടെ ഉറവിടങ്ങളൊക്കെ ഭോഗം ചെയ്യുന്നതിന് സൗകര്യം നൽകും വിധമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്തും ശക്യതേ അകർത്തും ശക്യതേ അന്യഥാവാ കർത്തും ശക്യതേ ഈ പ്രകാരം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്യാൻ കഴിയും, ചെയ്യാതിരിക്കാൻ അവന് സാധിക്കും, തോന്നിയോണൊക്കെ ചെയ്യാനും സാധിക്കും. ഇവിടെ മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവന് വിവേകശേഷിയുണ്ട്. വിവേകശേഷി കൊണ്ട് ആലോചിച്ച് കരണീയമായത് ചെയ്യാനും ഇങ്ങനെ ജന്മസാഫല്യത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി സാക്ഷാത്കരിക്കാനും ഉദ്യമിക്കണം. ഈ വിഷയത്തിൽ ഭോഗത്തിൻ്റെ മാർഗമല്ല ഉപദിഷ്ടമായിട്ടുള്ളത്, യോഗത്തിൻ്റെ മാർഗമാണ്. ശബരിമല കാലം അല്ലെങ്കിൽ വൃശ്ചിക മാസം മണ്ഡലകാലം പലതരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളും ഉപദേശിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് പോകുന്നവർ മാത്രം അനുഷ്ഠിക്കേണ്ടത് എന്ന് മാറ്റി നിർത്തേണ്ടതില്ല. വ്രതാനുഷ്ഠാനത്തോടുകൂടി ശബരിമലയിലേക്ക് പോകുന്നവർക്ക് അത് അനുഗ്രഹമാണ്. പോകാൻ സാധിക്കില്ലെങ്കിലും വ്രതാനുഷ്ഠാനം വീട്ടിലാവാം. തീർച്ചയായിട്ടും അത് ഈ കാലത്ത് പ്രത്യേകിച്ച് ഗുണം ചെയ്യും. കാരണം മണ്ഡലകാലം ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ്. അപ്പോൾ ഈ കാലത്ത് അനുഷ്ഠാനങ്ങൾക്ക് 10 മടങ്ങ് പ്രയോജനം ലഭിക്കും. ആ ഉത്സാഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മഹിഷി എന്ന അസുര സ്ത്രീയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ മഹിഷി ദേവലോകത്തിൽ ചെന്ന് വിധാതാവ് ബ്രഹ്മാവ് നൽകിയ വരബലം കൊണ്ട് ദേവന്മാരെ ദ്രോഹിക്കുകയാണ്. ദേവന്മാർ അത്ഭുതപ്പെടും. തങ്ങൾ ചെയ്യുന്ന അസ്ത്രശസ്ത്രാദികളൊക്കെ മഹിഷിയുടെ ദേഹത്തിൽ പതിക്കുന്നതും ഭസ്മമായി പോകുന്നു. ദേവേന്ദ്രൻ യുദ്ധത്തിന് ഒരുമ്പെട്ടപ്പോഴേക്കും പക്ഷേ ബൃഹസ്പതി ചെന്ന് എങ്ങനെയാണ് ഈ മഹിഷിയുടെ ആവിർഭവനം, എങ്ങനെയാണ് ഈ മഹിഷി ഉദ്ഭവിച്ചത്, അക്കാര്യം അങ്ങ് മനസ്സിലാക്കിയാൽ പരാജയപ്പെടുന്ന ഒരു പോരിന് അങ്ങ് ഇറങ്ങിത്തിരിക്കില്ല. ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു. ത്രിമൂർത്തികളുടെ അംശമായിട്ട് ദത്തൻ എന്ന മുനിവര്യൻ അവതരിക്കുകയുണ്ടായി. ഈ ദത്തമുനിയുടെ പത്നീപദം അലങ്കരിച്ചതാകട്ടെ ഗാലവമുനിയുടെ നന്ദിനിയാണ്. ഗാലവമുനി പുത്രിക്ക് ലീല എന്നാണ് പേരിട്ടത്. ലീല ദത്തനെ വരിച്ചു. ദത്തനാകട്ടെ ലീലയുമൊത്ത് മോദിച്ചു വാണു. ത്രിമൂർത്തികളുടെ പുത്രനായതുകൊണ്ട് ഉത്തരവാദിത്വമുണ്ടായിരുന്നു ദത്തന്. എന്താ ദത്തൻ്റെ ഉത്തരവാദിത്വം? കാർത്തവീര്യാർജുനൻ തുടങ്ങിയവരുടെ മതം ശമിപ്പിച്ച് അവരുടെ ആർത്തിയെ ഹനിച്ച് രക്ഷിക്കുക. ഈ ദൗത്യ നിർവഹണത്തിന് ശേഷം ദത്തൻ സ്വധാമത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു, ഒരുമ്പെട്ടു. ഈ സമയത്ത് ലീല
ഭർത്താവിനെ പോകാൻ അനുവദിച്ചില്ല. ഞാൻ അവിടുത്തെ മഹിഷിയാണ്, എനിക്ക് ഭോഗസുഖം അത് തൃപ്തി വന്നിട്ടില്ല, അതുകൊണ്ട് ഇനിയും ഏറെക്കാലം ഭോഗം ചെയ്യണം എന്ന് താല്പര്യപ്പെട്ടു എന്നാണ്. ദത്തൻ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. നന്നല്ല വരാനനെ ഭോഗത്തിൽ അത്യാഗ്രഹം. ഭോഗത്തിൽ ഇങ്ങനെ ഒരു അത്യാഗ്രഹം ഒരിക്കലും ഉചിതമല്ല. ഹേ സുന്ദരി, വിശേഷിച്ചും മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഭോഗമാവാം, പക്ഷേ ചെയ്യുന്ന ഭോഗം യോഗചിന്തയെ ഉണർത്താനും വളർത്താനും സഹായകമായ രീതിയിലാവണം. പക്ഷേ അങ്ങനെയല്ല ലീല ചിന്തിക്കുന്നത്. ലീലയ്ക്ക് ഭോഗത്തിൽ തൃപ്തി വരണില്ല. സിന്ധുവിനുണ്ടോ നദീവൃന്ദത്തിൽ തൃപ്തി ഏതും. എത്ര നദികൾ ഒഴുകി എത്തിയാലും ശരി, സമുദ്രത്തിനൊരു തൃപ്തി ഉണ്ടാവില്ല. ഇതുപോലെയാണ് അഗ്നിയുടെ കാര്യവും. അഗ്നിയിൽ എത്ര ഹവിസോർ അർപ്പിച്ചാലും ഹോമിച്ചാലും ഹവിഷാ കൃഷ്ണവത്മൈവ ഭൂയ ഏവ അഭിവർദ്ധതേ. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. കാമനകളെക്കുറിച്ചാണ് അവിടെയും പരാമർശിക്കുന്നത്. യയാതി വാക്യമാണ്. യയാതി ഭോഗസുഖം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ യയാതി രാജാവിന് ശുക്രാചാര്യരുടെ ശാപം കൊണ്ട് ഭോഗം അനുഭവിക്കാൻ പറ്റില്ല, ജരാനര ബാധിച്ചൊരവസ്ഥയുണ്ടായി. ശാപമോക്ഷം പ്രാർത്ഥിച്ചപ്പോഴോ ശുക്രാചാര്യർ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ യൗവനം കടം തരാൻ സന്നദ്ധനാണെങ്കിൽ വാങ്ങിച്ചോളൂ, അനുഭവിച്ചോളൂ. അങ്ങനെ യയാതി തൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ശർമ്മിഷ്ഠയിൽ പിറന്ന പൂരുവിൽ നിന്നാണ് യൗവനം കടം വാങ്ങിച്ചത്. കടം വാങ്ങിച്ച യൗവനവും കൊണ്ട് 1000 ആണ്ട് ഭോഗസുഖങ്ങൾ അനുഭവിച്ചു വർദ്ധിച്ചു എന്നാണ്. പക്ഷേ തൃപ്തി വന്നില്ല. ഒടുവിൽ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രസ്താവിച്ചിരിക്കുന്നു, കാമ ഉപഭോഗം കൊണ്ട് ഒരിക്കലും, കാമ്യവിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട്, കാമ്യവിഷയങ്ങളെ അനുഭവിക്കുന്നതുകൊണ്ട് ഒരിക്കലും കാമത്തിനൊരു തൃപ്തി ഉണ്ടാവില്ല. അഗ്നി പോലെയാണ്. അഗ്നിക്ക് ഒരു പേരുള്ളത് അനലൻ എന്നാണ്. വളരെ അന്വർത്ഥമായ ഒരു പര്യായ പദം. എന്താ അനലൻ എന്ന് പറഞ്ഞാൽ? വാക്കിനർത്ഥം അലം ന വിദ്യത്തെ, മതി എന്നുള്ള അവസ്ഥ ഇല്ലാന്ന. അഗ്നി പോലെയാണ് കാമ ഭോഗ താത്പര്യം. വിഷയങ്ങൾ അർപ്പിക്കുന്തോറും അഗ്നി ആളിക്കത്തും പോലെ കാമം കൂടിക്കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ഭോഗത്തിലൊരു തൃപ്തിദേഹികൾക്ക് ഉണ്ടാകുമോ എന്ന് ദത്തൻ ലീലയോട് ചോദിച്ചു. പക്ഷേ ലീലയ്ക്കുണ്ട് ഇതൊക്കെ മനസ്സിലാവുന്നു. ഭോഗത്തെ ഭുജിച്ചിടും തോറും മോഹവുമേറും. ഭോഗ താല്പര്യം നിവർത്തിക്കും തോറും, അനുഭവിക്കണം എന്നുള്ള ചിന്ത അനുവദിക്കും തോറും മോഹം വർദ്ധിക്കുകയുള്ളൂ. മോഹം എന്ന് പറഞ്ഞാൽ കാര്യാകാര്യ വിവേചനം ചെയ്യാനുള്ള സാമർഥ്യം ഇല്ലാണ്ടാവുക. അതിങ്ങനെ വർദ്ധിച്ചു വരും. അതുകൊണ്ട് അരുത് എന്ന് പറഞ്ഞു. പക്ഷേ ലീലയാകട്ടെ, ഞാൻ ഭവാന്റെ മഹിഷിയല്ലേ എന്ന് പിറകെ നടന്ന് ശല്യം ചെയ്തു എന്നാണ്. ഗതികെട്ട ദത്തൻ ഈ ലീലയെ ശപിച്ചു. ഭവതി ഒരു മഹിഷി എന്നല്ലേ പിറകിൽ വന്ന് ശല്യം ചെയ്യുന്നത്, എൻ്റെ യോഗയാത്രയെ തടയുന്നത്, സ്വധാമഗമനത്തിന് വിഘ്നം സൃഷ്ടിക്കുന്നത്. ഭവതി ഒരു മഹിഷിയായി പോവട്ടെ എന്ന് ശപിച്ചു എന്നാണ്. ഇങ്ങനെയാണ് മഹിഷി ചരിതം. പക്ഷേ ശാപം കിട്ടിയപ്പോഴേക്കും ലീല കൂടുതൽ കോപാവിഷ്ടയായി. നേരത്തെ കാമാവിഷ്ടയായിരുന്നു, ഇപ്പോൾ കോപാവിഷ്ടയായി. എന്നിട്ട് ദത്തമാമുനിയോട് പറഞ്ഞു, ആഹാ, ഞാൻ മഹിഷിയാവുകയാണെങ്കിൽ അങ്ങ് മഹിഷമായിട്ട് ജനിക്കാൻ ഇടവരട്ടെ. അങ്ങനെ നാം ഇരുവരും തമ്മിൽ
രസിച്ച് ഭോഗജീവിതം അനുഭവിക്കും. അങ്ങനെ നാം തമ്മിലുള്ള ബന്ധം ഉണ്ടാവുന്നതിനനുസരിച്ച് എനിക്ക് ശാപമോക്ഷം കിട്ടട്ടെ. ഇങ്ങനെ മഹിഷി പ്രസ്താവിച്ചു. ദത്തനാകട്ടെ ഇത് തന്നെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിഞ്ഞ് സ്വസ്ഥനായി. ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ദിവസം ശ്രദ്ധിക്കാം. എല്ലാവർക്കും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ.